എവിടെ എത്തി? ഞാൻ വരുവാ എത്തി ഞാൻ എത്തി ഇപ്പൊ വരുവാ. ആ പെട്ടെന്ന് വാ. സന്തോഷം എന്നയുടെ കാര്യം കുറച്ച് സീരിയസാ. എടാ നീ CB കളിക്കാതെ കാര്യം പറയടാ. എന്താ ജോബി, കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ഇത് തന്നെയല്ലേ രാവിലെ തൊട്ട് സീരിയസ് ആന്ന് പറഞ്ഞു. നീ കാര്യം പറയുന്നുണ്ടോ? നീ ബിൻസി തമ്മിലാണ്? ഏത് ബിൻസി? ജോണി ചേട്ടൻ്റെ ഭാര്യ ബിൻസി. ജോണി ചേട്ടൻ്റെ ഭാര്യ ബിൻസി? ആ, അത് നമ്മുടെ കൂട്ടുകാരനല്ലേ ജോണി ചേട്ടൻ? കൂട്ടുകാരനല്ലേ? അയാളുടെ ഭാര്യയുടെ നിനക്കെന്നെ ഇടപാടെന്ന് ചോദിച്ചത്. എനിക്കൊരു ഇടപാടുമില്ല. കേട്ടപ്പോൾ തൊലി ഉരിഞ്ഞു പോലോടാ. നാട്ടുകാർ നിന്നെ പറ്റി എന്നൊക്കെ പറഞ്ഞു. നീ എൻ്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ് എനിക്കെന്നെ നടക്കണേ. അയാളുടെ ഭാര്യയും കൊണ്ട് നീ ടൗണിൽ കൂടെ ബൈക്കൊക്കെ ഇറങ്ങണം. ഞാൻ അവരെ സ്റ്റാൻഡിൽ വിടാൻ പോയതാ. ജോണിച്ചേട്ടൻ്റെ ഭാര്യയും കൊണ്ട് നീ സ്റ്റാൻഡിൽ കൂടെ കൊണ്ടുവിടാൻ പോയെന്ന് ആൾക്കാർ പറഞ്ഞ് അവർ വിശ്വസിക്കോളാം. എടാ ജോണിച്ചേട്ടൻ പറഞ്ഞിട്ടാന്നേ. ജോബി, ഇതൊക്കെ ഞാൻ വിശ്വസിക്കും. എടാ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺപിള്ളേരാണ് നമുക്ക്. നാണം കിട്ടാൻ അവർക്ക് വെളിയിൽ നടക്കാൻ പറ്റുമോ? എന്റെ പൊന്ന് സന്തോഷം, മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ. കാര്യം പറയാം. സാധനം ഉണ്ടോ? ഉണ്ട്. എന്നാ മൂഞ്ച്. എനിക്കെങ്കിലും വേണ്ട, നീ കാര്യം പറ സന്തോഷം. ഈ ബിൻസിക്ക് ഗ്യാസും പച്ചക്കറിയൊക്കെ എടുത്ത് കൊടുക്കുന്നതാണോ? ഗ്യാസ് ഒന്നും ഞാൻ എടുത്ത് കൊടുത്തില്ല. പച്ചക്കറി ജോണിച്ചേട്ടൻ തന്ന് കൊണ്ട കൊടുത്തതേ ഉള്ളൂ. അപ്പൊ സാമൂലിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ ബ്ലേഡ് എടുത്ത് കൊടുത്തോ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാനെങ്ങനെ? ഇനി ഇത് അറിയാൻ നാട്ടിൽ ആരാ ഉള്ളതെന്ന് ഞാൻ അന്വേഷിക്കും. നീ മനുഷ്യനെ ടെൻഷൻ എടുക്കാതെ കാര്യം പറ സന്തോഷം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നീ ടെൻഷൻ അടിക്കരുത്. അവിവേകം ഒന്നും കാണിക്കുകയും ചെയ്യരുത്. രാവിലെ ഞാൻ എണീറ്റപ്പോൾ മുതൽ കൈയും കാലും മറിച്ചിട്ട് ഒരു രക്ഷയില്ല. കയ്യിലാണെങ്കിൽ 10 പൈസയും ഇല്ല. ഒരെണ്ണം അടിക്കാൻ ഞാൻ ആകുമ്പോഴേ പോകുമ്പോഴേ നോക്കി. അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ആലോചിച്ചത്. അപ്പം തന്നെ ഞാൻ ഒരു കഥയുണ്ടാക്കുന്നു, നിന്നെ വിളിക്കുന്നു, നീ ടെൻഷൻ അടിച്ച് സാധനമായിട്ട് പറന്നു വരുന്നു, നമ്മൾ ഒരുമിച്ചടിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. പിടിക്കുന്ന സാധനം പോവും.